KP അബൂബക്കർ ഹസ്രത്ത് അവറുകൾ കേരളക്കരയിൽ ജീവിച്ചിരുന്ന മഹാനായൊരു പണ്ഡിതൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി ഞാൻ കാണാറുള്ളത് വിനയത്തിൻ്റെ പ്രതീകമായിരുന്നു KP അബൂബക്കർ ഹസ്രത്ത് അവറുകൾ. അദ്ദേഹം ഒരുപക്ഷെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോഴും ഒരു ചെറിയ മുതഅല്ലിം കടന്നു വന്നാലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പരിചയപ്പെടുന്ന, മുസാഫഹ ചെയ്യുന്ന, വിശേഷങ്ങൾ ചോദിക്കുന്ന, ഒരുപക്ഷെ ഇൽമു കൂടുന്തോറും വിനയം കൂടണമെന്ന കൃത്യമായ ഒരു മാതൃകയായിരുന്നു പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ. ഒരു ആലിം ആ ഇൽമു കൊണ്ട് അദ്ദേഹത്തിന് ദുനിയാവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദിവസം ആ വീട്ടിലും പള്ളിയിലും പോയവർക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, അദ്ദേഹം ചെറിയ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള കുടുംബമാണ്. പക്ഷേ ആ സാമ്പത്തിക ഭദ്രതയുടെ പേരിലല്ല അവിടെ ആൾ കൂടിയത്. തെക്കൻ കേരളത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജനാസ നമസ്കാരത്തിന് പങ്കെടുത്ത മുട്ടക്കാവ് മഹല്ല് മസ്ജിദ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ട് ജനനിബിഡമായ ഒരു ജനാസ നമസ്കാരത്തിന് സാക്ഷിയായതിൻ്റെ ഒറ്റ കാരണം അദ്ദേഹം ഇൽമിൻ്റെ അഹ്ലുകാരനായിരുന്നു എന്നൊരൊറ്റ കാരണമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിരുന്നു വിനയം എന്നുള്ളത്. ഇൽമിൻ്റെ അഹ്ലുകാരനായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, സംഘടനാ സങ്കുചിതത്വമില്ലാതെ എല്ലാവരോടും പെരുമാറുന്നൊരു വ്യക്തിയായിരുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം കൂടി പറയട്ടെ. അദ്ദേഹം ഈ സംഘടനാ സങ്കുചിതത്വമില്ലാതെ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, അധികാരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ ഒപ്പിക്കുകയോ, അധികാരത്തിന് വേണ്ടി കാപട്യം കാണിക്കുകയോ, അധികാരം കിട്ടുന്നതിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആളുകളോട് അഭ്യർത്ഥിക്കുകയോ ചെയ്യാത്ത ഒരു ആലിമായിരുന്നു. നമുക്കൊക്കെ വലിയ പാഠമുണ്ട്. ഈ 4 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിനയം മുഖമുദ്രയാക്കാൻ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. കാരുണ്യത്തോടുകൂടി പെരുമാറാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അധികാരങ്ങളിലേക്കോ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പോയി എന്തെങ്കിലുമൊക്കെ ഓച്ചാനിച്ച് കിട്ടുന്നത് വാങ്ങാനോ ഉള്ള മനസ്സിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. उलमाए देवबंद हक़ गो